സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ ഇന്നലെ ഡൽഹിയിൽ റെഡ് ഫോർട്ടിനടുത്ത് മെട്രോ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് ബോംബ് സ്ഫോടനം നടന്നത്. 10 12 20 ആളുകൾ മരിക്കുകയും കുറേ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഭരിക്കുന്ന ഗവൺമെൻറ്റും അതിൻ്റെ ഇൻ്റലിജൻസ്, പട്ടാള മേധാവികൾ, പോലീസ് മേധാവികൾ, ഇവരുടെ എല്ലാം പണി എന്താണ്? നമ്മൾ അതായത് ഇത് കുറച്ച് ദിവസത്തിന് മുമ്പേ വന്നതാണ്. ഭീകരാക്രമണം നടത്താനുള്ള അല്ലെങ്കിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അപ്പോൾ എന്താ, ഇന്ത്യയുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങളെല്ലാം എന്താണ്, വെറും പാഴ്വാക്കാണ്. പാകിസ്ഥാനിൽ ആരെങ്കിലും 2 ഭീകരന്മാരെ ആരെങ്കിലും വെടിവെച്ച് വന്നാൽ പറയും, അജിത് ഡോവലിൻ്റെ ആളുകൾ, കുട്ടികൾ, പിള്ളേരവിടെ ഇറങ്ങിയിട്ടുണ്ട്, അവരെ തീർത്ത് കളഞ്ഞു, 2 പേരെ 4 പേരെ തീർത്ത് കളഞ്ഞു. അപ്പോൾ അന്യ രാജ്യത്ത് പോയി തീർക്കാനായിട്ടുള്ള ഇൻ്റലിജൻസ് സംവിധാനം നമുക്കുണ്ട്. നമ്മളെ രാജ്യത്ത് ഒരു ഇൻ്റലിജൻസ് സംവിധാനവും ഇല്ല. കളമശ്ശേരിയിൽ സ്ഫോടനം നടന്നു, പറഞ്ഞത് ആരെയാണ്? മുസ്ലിങ്ങളാണ്. മുസ്ലിം തീവ്രവാദി. അവിടെ നടന്നെന്ന് പറയുന്നത് കളമശ്ശേരിയിൽ യഹോവ സാക്ഷികളുടെ ഒരു കൺവെൻഷൻ. അതിൽ ബോംബ് പൊട്ടി, 7 പേര് മരിച്ചു, പിന്നെ 10-33 പേര് ഹോസ്പിറ്റലിലായി. അപ്പോൾ തീവ്രവാദി, ഭീകരവാദി ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവിടെയുള്ള സംഘി, ക്രിസംഘി ചാനലുകളെല്ലാം വാർത്തകൾ നിരത്തി. അവസാനം ആരാണ് ചെയ്തത്? മാർട്ടിൻ എന്ന് പറയുന്ന ക്രിസ്ത്യാനിയാണ് ചെയ്തത്. അപ്പോൾ അവൻ ഭീകരവാദിയല്ല, അവൻ തീവ്രവാദിയല്ല. ഒരു 3-4 വർഷത്തിന് മുമ്പാണ് മംഗലാപുരം എയർപോർട്ടിൽ ബോംബ് വെച്ചു. അത് അവിടെയുള്ള മുസ്ലിം ചെറുപ്പക്കാരെ എല്ലാം പിടിച്ചുകൊണ്ട് പോയി. അവസാനം പിടി കിട്ടിയ ഒരു ഹിന്ദു ആയിരുന്നു. ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. അവൻ പഴയ ഒരു എഞ്ചിനീയറാണെന്നാണ് പറയുന്നത്. അവനെ പിടിച്ചോടുകൂടി അത് ഭീകരവാദമല്ല, പിന്നെ തീവ്രവാദമല്ല, അവൻ പിന്നെ ബുദ്ധിസ്ഥിരതയില്ലാത്തവനാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ബുദ്ധിസ്ഥിരതയില്ലാത്തവന് എയർപോർട്ടിൽ പോയി ബോംബ് വയ്ക്കലാണ് ജോലി. അപ്പം നിങ്ങൾ തിരയുന്നത് എന്താണ്? മുസ്ലിങ്ങളെ കിട്ടാനൊക്കൂ എന്നുള്ളതാണ്. അപ്പം മുസ്ലിങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ അത് തീവ്രവാദമാവും, ഭീകരവാദമാവും. ആര് ചെയ്താലും മതം നോക്കണ്ട, ഏത് മറ്റവൻ ചെയ്താലും മതം നോക്കണ്ട. അത് ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, സിഖുകാരനാവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, ഏത് ചെറ്റിയായാലും അവനെ പിടിക്കണം, അവന് ശിക്ഷ കൊടുക്കണം. അല്ലാതെ ഈ ചാനലിൽ വന്നിരുന്ന് തെണ്ടിത്തരം പറയുന്ന, അവിടെ വന്നിരുന്ന് ഭീകരവാദമൊന്നും മറ്റതൊന്നും പറഞ്ഞ് ഒരു സമുദായത്തിൻ്റെ മണ്ടേക്ക് കുതിര കയറാൻ വരണ്ട. അതിന് മുസ്ലിങ്ങൾ ആരും മറുപടി പറയാനായിട്ട് അവരുടെ പിന്നെ ഉത്തരവാദിത്വമല്ല. രാജ്യത്ത് എന്തെങ്കിലും കുഴപ്പങ്ങൾ നടന്ന, ഭീകരവാദമായിരുന്നാലും പിന്നെ തീവ്രവാദമായിരുന്നാലും ബോംബ് സ്ഫോടനമായിരുന്നാലും കലാപമായിരുന്നാലും നടന്ന, അതിന് കാരണക്കാരമായ കണ്ടെത്തേണ്ടതെന്ന് പറയുന്നത് സർക്കാരിന്റെ ചുമതലയാണ്. ഒരു രാജ്യത്ത് ആഭ്യന്തരമായിരുന്നാലും ശരി, നമ്മുടെ ബോർഡർ അതിർത്തി പ്രദേശത്തങ്ങൾ ആയിരുന്നാലും ശരി, ആക്രമണം ഉണ്ടായാലും പിന്നെ ബോംബ് സ്ഫോടനം ഉണ്ടായാലും, ഏത് രീതിയിൽ എന്ത് സംഭവം നടന്നാലും അതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത്, അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഗവൺമെന്റിനാണ്. ഇവിടെ എല്ലാ ഇന്റലിജൻസ് സംവിധാനങ്ങളും കോടികൾ ഒഴുക്കിയല്ലേ നമ്മൾ. പട്ടാളത്തിന് ബോർഡർ സംരക്ഷിക്കാനുള്ള ചുമതല ഉണ്ടാവും. പട്ടാളം പിന്നെ അവിടെ കാവൽ നിൽക്കുന്ന നമ്മളെ ബോർഡർ വഴി, പിന്നെ ഇന്നാളെ കണ്ടില്ലേ, ഒരു സെറ്റ് വന്നിരുന്ന പറഞ്ഞില്ലേ, മോട്ടോർ വാഹന വകുപ്പിൻ്റെ അത് എത്ര 1000-ഓളം വണ്ടികൾ പിന്നെ ടിബറ്റൻ അതിർത്തി വഴി ഇന്ത്യക്കകത്ത് കയറി. അതൊക്കെ ഇവിടെ കിടന്ന് ഓടുകയും ചെയ്യുന്നു, രജിസ്ട്രേഷനും റീ രജിസ്ട്രേഷനും ഒക്കെ ചെയ്ത്, കണ്ടില്ല കേട്ടില്ല. അപ്പൊ ഇവന്റെയൊക്കെ ജോലി എന്താണ്? അന്യന്റെ വീട് ഇല്ല കാര്യങ്ങൾ നോക്കുകയല്ല, സ്വന്തം വീട് നോക്കുക. ഇവിടുത്തെ ആഭ്യന്തര കാര്യമാണ് ആദ്യം നോക്കേണ്ടത്. അന്യരാജ്യത്ത് പോയി അവരെ ആക്രമിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ അവരുടെ സംവിധാനമാണ്, നമ്മളെ മെച്ചപ്പെട്ടതാണ്, ഞങ്ങൾ എന്ത് ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്നുള്ളതല്ല. നമ്മുടെ രാജ്യത്തെ സുരക്ഷിതത്വം, ഇവിടെ നമ്മളെ രാജ്യത്തുള്ള ജനങ്ങൾക്ക് സുരക്ഷിതത്വം, അതാണ് ആദ്യത്തെ പ്രശ്നം. പിന്നെയാണ് അന്യരാജ്യത്ത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആര് ചെയ്താലും ശരി, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ യഹൂദന്മാർ ആവശ്യം പോലെ വന്നു പോകുന്നുണ്ട്.
അവര് എല്ലാ കാശ്മീർ ആയിരുന്നാലും പിന്നെ കൊടൈക്കനാലായിരുന്നാലും പിന്നീട് ഊട്ടി ആയിരുന്നാലും അവർ എല്ലാ മലയോര പ്രദേശങ്ങളിലും എല്ലാ സ്ഥലത്തും ഈ യഹൂദന്മാര് ഇഷ്ടപ്രകാരം വിലസുന്നുണ്ട്. അവർ വനത്തിനകത്തും കാട്ടിനകത്തും മറ്റിടത്തും മറിച്ചിടത്തും എല്ലാം വിലസുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിവിടെയുള്ള ഗവൺമെന്റിനും അറിയാം, എല്ലാവർക്കും അറിയാം. ഈ വരുന്ന യഹൂദന്മാരെല്ലാം മിലിറ്ററി സർവീസ്, അവരുടെ നിർബന്ധിത സൈനിക സേവനം തീർത്തിട്ട് വരുന്നവരാണ്. അവരെല്ലാം അവരുടെ രഹസ്യ പോലീസ്, രഹസ്യ അന്വേഷണ ഏജൻസികളിൽ പെട്ടവരുമാണ്. അപ്പോൾ അവർ വന്നിട്ടാണ് ഈ ഇവിടെയുള്ള ആളുകൾ, ഹിന്ദുക്കളെ ആയിരുന്നാലും ശരി, മുസ്ലിങ്ങളെ ആയിരുന്നാലും ശരി, ക്രിസ്ത്യാനികളായാലും ശരി, അവരെ എല്ലാം ആളും പണവും ആയുധവും ഒക്കെ കൊടുത്ത് ഇന്ത്യയെ കുട്ടിച്ചോറാക്കാൻ വേണ്ടിയാണ് നടത്തുന്നത്. അത് ഇവിടെയുള്ള സംഘികൾക്കും ക്രിസ്ത്യാനികൾക്കും മനസ്സിലാവില്ല. ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് വളരുന്നത്. ബാക്കിയുള്ള പാശ്ചാത്യ അമേരിക്കൻ യഹൂദ ലോബിക്കൊന്നും ഇഷ്ടമല്ല. പക്ഷെ ഇവിടെ ഈ മോദിയൊക്കെ എന്ന് പറഞ്ഞാൽ പൊട്ടന്മാരാണ്. അവർക്ക് അറിഞ്ഞൂടാ. അമിത്ഷാ ആയിരുന്നാലും ഡോവലായിരുന്നാലും പൊട്ടന്മാരാണ്. ബുദ്ധി എന്ന് പറയുന്നത് ഇല്ല. ഇവർക്ക് ബുദ്ധി പിന്നെ വരുള്ളൂ. ഇപ്പൊ കണ്ടില്ലേ, അന്യരാജ്യത്ത് നമ്മൾ പോയി അവനെ കൊന്നു ഇവനെ കൊന്നു എന്ന് പറയുന്നത് നമ്മളെ സ്വന്തം രാജ്യത്തെ സുരക്ഷ നോക്കാൻ സമയമില്ല. അപ്പോൾ ഇവിടെ ഇത് ചെയ്തിരുന്നെങ്കില നമ്മൾ എപ്പോഴും നോക്കിയിരിക്കണം. നിങ്ങൾക്കറിയാമോ, നമ്മളിപ്പോൾ ജീവിക്കുന്നത്, ഞാൻ ജീവിക്കുന്നത് ജിദ്ദയിലാണ്. ജിദ്ദയിൽ നിന്ന് മക്കയിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 85 കിലോമീറ്ററാണ് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത്. ആ മക്കയിലേക്ക് ലോകത്തിലെ ആദ്യത്തെ ദൈവത്തിന്റെ ആരാധനാലയമാണ്. ലോകത്തെ ആദ്യത്തെ. അത് ആർക്ക് തർക്കിക്കാനുണ്ടെങ്കിൽ തർക്കിക്കാൻ പറ്റാം. നമുക്ക് പിന്നെ അതിനൊരു ഡിബേറ്റ് സംഘടിപ്പിക്കാൻ വേണം. ലോകത്തിലെ ആദ്യത്തെ ആരാധനാലയം എന്ന് പറയുന്നത് മക്കയിലാണ്. അത് ഏത് ജാതി മതസ്ഥരായിരുന്നാലും ശരി. ഓക്കെ, ആ പിന്നെ മക്ക ഇരിക്കുന്ന പ്രദേശത്തോട്ട് 4 ഭാഗത്തു നിന്നും വണ്ടിയും വാഹനവും അതും ഇതും ഒക്കെ വന്ന് കയറുന്നുണ്ട്. ഒരു ചെക്കിങ് ഇല്ല. 1-2 സ്ഥലങ്ങളിൽ ചെക്ക് പോയിന്റുണ്ട്. എത്രയോ പ്രാവശ്യം ഞാൻ ഇന്നലെയും പോയിരുന്നു. ചെക്ക് ചെയ്യുന്നില്ലല്ലോ. ഞങ്ങൾ 2 സ്നേഹിതന്മാരും ഞാനുമായിട്ടാണ് പോയത്. ചെക്ക് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ പക്ഷേ അവരെല്ലാം കാണുന്നു, കേൾക്കുന്നു. അപ്പൊ അതാണ് സെക്യൂരിറ്റി സംവിധാനം എന്ന് പറയുന്നത്. ഇന്റലിജൻസ് എന്ന് പറയുന്നത് അതാണ്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. നമ്മളുടെ പവർ നമ്മൾ വീമ്പായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, വീമ്പിളക്കിയിട്ട് കാര്യമില്ല. നമ്മളത് പ്രവൃത്തിയിലാണ് കാണിക്കാറ്. ഇപ്പൊ പറയുന്നു ഒരു ബോംബ് സ്ഫോടനം നടന്ന ഉടനെ പറയും അത് പാകിസ്ഥാനികളാണ് ചെയ്തത്, മറ്റൊരാളാണ് ചെയ്തത്, പിന്നെ അൽഖായിദയാണ്, അല്ലെങ്കിൽ മറ്റേതാണ്, പിന്നെ ജെയ്ഷെ മുഹമ്മദാണ്. ഏത് മുഹമ്മദിന്റെ ജെയ്ഷെ ആയിരുന്നാലും ശരി, നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ളത് നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്റലിജൻസ് വീഴ്ചയാണ്, നമ്മുടെ സുരക്ഷിത പിന്നെ വീഴ്ചയാണത്. അതിന്റെ മേധാവികളെയാണ് പിടിക്കാനുള്ളത്. അവർക്ക് എന്താണ് ജോലി? അവരുടെ ജോലി എന്താണ്? അവരുടെ എന്തിനാണ് ഈ പണം കൊടുത്ത് ഇത്രയും ആവശ്യം പോലെ പിന്നെ പണം നമ്മൾ ചെലവഴിച്ച്, നമ്മുടെ ജനങ്ങളുടെ പണം ചെലവഴിച്ച് ഇങ്ങനെ ഇവരുടെയൊക്കെ ഇതിനായിട്ട് വെച്ചിരിക്കുന്നത് എന്തിനാണ്? സുരക്ഷിത കാരണങ്ങൾ. അവരല്ലേ കൈകാര്യം ചെയ്യേണ്ടത്. അവരെന്തുകൊണ്ട് ചെയ്യുന്നില്ല? അപ്പൊ മോഡി ഇങ്ങനെ ലോകം മൊത്തം കറങ്ങി നടന്നാൽ പോലെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയണം. അതിന്റെ സംവിധാനങ്ങൾ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ അല്ലാതെ ആരെങ്കിലും മണ്ടയിൽ വെച്ച് കൊടുത്തിട്ട് കാര്യമില്ല. പാകിസ്ഥാനാണോ, ബംഗ്ലാദേശാണോ, അഫ്ഗാനിസ്ഥാനാണോ, യഹൂദനാണോ, അമേരിക്കയാണോ? ഇപ്പൊ പറയാം എത്രയോ വർഷം കഴിഞ്ഞിട്ട് പറയുന്നത് വൽക്കരാം ആക്രമണം മറ്റത് മറിച്ചതൊക്കെ അമേരിക്കയുടെ കൈ ഉണ്ടെന്ന്. ഉണ്ടാവും. യഹൂദന്മാരും അമേരിക്ക എന്ന് പറയുന്നത് അങ്ങനെയാണ്. അവരെന്തും ചെയ്യും. അതായത് ഇന്ത്യയെ പോലെ ഒരു രാജ്യം, അതെന്താ ചൈനയിൽ നടക്കാത്ത ഇതൊന്നും? ഇന്ന് ആധുനിക ലോകത്ത് സാമ്പത്തിക ശക്തി, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി എന്ന് പറയുന്നത് ചൈനയാണ്. അമേരിക്ക ഒന്നുമില്ല. അമേരിക്ക കടക്കാരനാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എന്തുകൊണ്ട് ചൈനയിൽ നടക്കുന്നില്ല ഇതൊന്നും? ബോംബ് സ്ഫോടനവും മറ്റതും മറിച്ചതും ഒന്നും എന്തുകൊണ്ട് നടക്കുന്നില്ല? അപ്പൊ അതുപോലെ ആവണം നമ്മൾ വെറുതെ വീമ്പിളക്കിയിട്ട് കാര്യമില്ല. നമ്മളെ സുരക്ഷിതത്വം നോക്കേണ്ട ചുമതല നമുക്കാണ്. ഇവിടെയുള്ള ഇന്റലിജൻസ് മേധാവിയായിരുന്നാലും ശരി, പട്ടാള മേധാവിയായിരുന്നാലും ശരി, പോലീസ് മേധാവിയായിരുന്നാലും ശരി, ഇവിടെയുള്ള ഇന്ത്യക്കാരന്റെ ഐഡന്റിറ്റി പരിശോധിച്ച് നമ്മുടെ ധനം, പിന്നെ നമ്മുടെ മനുഷ്യ പ്രയത്നം എത്ര വെറുതെ പാഴാക്കി കളയല്ലേ ഇവിടെ. ആളുകൾ, ഇവിടെയുള്ള ഇന്ത്യക്കാർ, ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയിൽ ജീവിച്ച് ഇന്ത്യയിൽ മരിക്കുന്ന ആളുകൾ അവന്റെ ഐഡന്റിറ്റി നോക്കാനായിട്ട് കോടികൾ ചെലവഴിക്കുകയാണ് ആവശ്യമില്ലാതെ. നിങ്ങൾ അങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ. ഈ ചെലവഴിക്കുന്ന പണം നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തേ ചെലവഴിക്കാത്തത്? എന്തുകൊണ്ട് അതിനുവേണ്ടി ഇറങ്ങുന്നില്ല?
അപ്പൊ ഇവിടെയുള്ള ആളുകളുടെ ഐഡന്റിറ്റി നോക്കാൻ വേണ്ടി, അതായത് ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയിൽ ജീവിച്ച് ഇന്ത്യയിൽ മരിക്കുന്ന ആളുകളുടെ ഐഡന്റിറ്റി. അവൻ എത്രയിൽ ജനിച്ച്, അവന്റെ അമ്മയാച്ച്, ഞാൻ എപ്പോഴും പിന്നെ എന്നെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി അതായത് ഇപ്പൊ പുതിയതായിട്ട് പിണറായി ഗവൺമെന്റ് പിന്നെ സമ്മതിച്ചു കൊടുത്തിരിക്കുകയല്ലേ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇതിന്. അപ്പൊ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഉമ്മാടെയും വാപ്പാടെയും പിന്നെ ഐഡന്റിറ്റി വേണം. അവർ മരിച്ചിട്ട് എത്ര വർഷമായി? അവരുടെ ഐഡന്റിറ്റി ഞാൻ എവിടെ പോയി തപ്പാണ്? ഞാൻ പറഞ്ഞ്, സ്വർഗത്തിലേക്ക് ഒരു ഫോൺ കാൾ ചെയ്യാൻ സൗകര്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ച് ചോദിക്കാം. അവിടെ വിളിച്ച് ചോദിച്ചിട്ട് അവരുടെ ഐഡന്റിറ്റി എവിടെയാണ് വെച്ചിട്ട് പോയെന്ന് അന്വേഷിക്കാമെന്ന്. അല്ല എന്താണ് വേണ്ടത്? ഞാൻ പറഞ്ഞു, എനിക്ക് ഗവൺമെന്റിന്റെ ഒരു ആനുകൂല്യവും എൻ്റെ ഇത്രയും വയസ്സിൽ കിട്ടിയിട്ടില്ല. എനിക്കിനി അങ്ങനെ ഒന്നും വേണ്ട. എന്നെ ഇനി ഒരു പാകിസ്ഥാനിൽ നിന്നാ ബംഗ്ലാദേശുകാരനാ അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ചുക്കും വരാനില്ല. എനിക്ക് വേണ്ട. എനിക്കിനി അവരുടെ വോട്ടിങ്ങും വേണ്ട, ഒരു കുന്തവും വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. അല്ല എന്താണ് പറയുന്നത്? ഞാൻ എൻ്റെ 21-ാം വയസ്സിൽ പാസ്പോർട്ട് എടുത്ത്, അതേ പാസ്പോർട്ടിന്റെ കണ്ടിന്യൂറ്റിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പാസ്പോർട്ടാണ് എനിക്കുള്ളത്. പിന്നെ ഏതാ ഒരു സമയത്ത് ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പിന്നെ തിരിച്ചറിയൽ കാരണം കിട്ടും. അത് തന്നെയാണ് എനിക്ക് ആകെ ഉള്ളത്. നമ്മളെ ഗൾഫ് ജീവിതമാണ് 23-ാം വയസ്സ് തൊട്ട് തുടങ്ങിയ ഗൾഫ് ജീവിതം ഇപ്പോഴും അങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നത്. അപ്പൊ ഇനി നമ്മൾ ആരടുത്താണ് തെളിയിക്കാനുള്ളത്? ഇത് അങ്ങനെ തെളിയിക്കാൻ ആഗ്രഹിക്കുന്നേ ഇല്ല. അപ്പൊ എന്തായാലും ശരി, നമ്മളിപ്പോ പറഞ്ഞു വരുന്നതെന്ന് പറയുന്നത്, മുസ്ലിം ഏതെങ്കിലും ഒരു ആക്രമണമോ ഏതെങ്കിലും ഒരു പിന്നെ ബോംബ് സ്ഫോടനം നടന്നാൽ അതിന്റെ സൂത്രധാരർ മുസ്ലിങ്ങളാണെന്നും പറഞ്ഞ് ചെകയാനായിട്ട് ആഗ്രഹിക്കുന്ന ക്രിസംഗികൾക്ക് ഞാൻ പറയാനുള്ളത്, എന്തേ മാർട്ടിൻ്റെ നിങ്ങൾ പിന്നെ അത് നോക്കാൻ പോയില്ല? അത് പക്ഷെ ആദ്യം മാർട്ടിൻ വന്നത് അബുദാബിയിൽ നിന്നാണ്. അപ്പൊ അത് മുസ്ലിം രാജ്യമാണ്, ഇസ്ലാമിക രാജ്യമാണ്, അവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിൽ ഭീകരമുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞ് വാദങ്ങൾ തീർന്നു. അവന്റെ പേരിൽ ഒരു കേസും ഇല്ല എന്നാണ്, സാധാരണ കേസായിട്ടാണ് എടുത്തത്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ഭീകരാക്രമണം എന്ന് പറയുന്നത് ക്രിസ്ത്യാനി നടത്തിയതാണ്. 8 പേരെ കൊന്ന്, ബോംബ് സ്ഫോടനത്തിൽ കൊന്ന്, പിന്നെ 33 പേരെ ഹോസ്പിറ്റലിലാക്കി. അതുപോലും ഒന്നും അല്ലാതായിപ്പോയി. പിന്നെ മക്ക മസ്ജിദ് സ്ഫോടനം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഹൈദരാബാദിലെ മക്ക മസ്ജിദ് സ്ഫോടനം അത് ചെയ്തത് ആരാണ്? അവസാനം ഒരു സ്വാമിയാണ് ചെയ്തത്. അസിമാനന്ദ ഗിരി സ്വാമിയാണ് ചെയ്തത്. അപ്പോ ആരും എന്തും ചെയ്യും. അപ്പൊ ഇതെല്ലാം മുസ്ലിങ്ങളുടെ മണ്ടയിൽ അങ്ങ് വെച്ചു കൊടുക്കണ്ട. നിങ്ങൾ ഈ ചെയ്യിക്കുന്ന അത്ര നിങ്ങൾക്കറിയാമല്ല. അൽ ഖായിദ ഉണ്ടാക്കിയ ആരാണ്? താലിബാൻ ഉണ്ടാക്കിയത് ആരാണ്? നൈജീരിയയിലെ ബൊക്കെ ഹറാം ഉണ്ടാക്കിയത് ആരാണ്? ഇതെല്ലാം ഉണ്ടാക്കിയത് യഹൂദന്മാരും അമേരിക്കക്കാരുമാണ്. ഒസാമ ബിൻ ലാദനെ പറഞ്ഞ് അഫ്ഗാനിസ്ഥാനിൽ വിട്ടതാരാണ്? അമേരിക്കയില്ലേ. അപ്പൊ അവര് തന്നെയാണ് ഭീകരവാദം ഉണ്ടാക്കുന്നതും ഭീകരരെ സൃഷ്ടിക്കുന്നതും അവസാനം അവരെ കൊല്ലുന്നതും അവര് തന്നെ. അപ്പോ ജനങ്ങളുടെ മുമ്പിൽ, ലോകത്തിന്റെ മുമ്പിൽ ഈ തീവ്രവാദികളും ഭീകരവാദികളും മുസ്ലിങ്ങളാണ്. അപ്പൊ ഇതെല്ലാ കോപ്പും ചെയ്തു കൊടുക്കുന്ന, കോപ്പ് കൂട്ടുകയും അതിന് ആയുധം കൊടുക്കുകയും പൈസ ചിലവഴിച്ച് ഇവരെയൊക്കെ വളർത്തിക്കൊണ്ട് കൊടുക്കുന്ന, ആയുധ പരിശീലനം നടത്തി കൊടുക്കുന്നതൊക്കെ അവരാണ് ചെയ്യുന്നത്. അപ്പോ എന്നിട്ട് അവരെ കൊല്ലുകയും ചെയ്തു അവസാനം. അപ്പൊ ഇതാണ് ഈ ലോകത്ത് നടക്കുന്നത്. അപ്പൊ ഈ നടക്കുന്ന സത്യം കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കണം. അവർ ഓരോരുത്തർക്കും ഓരോ അജണ്ടയുണ്ട്. പാവപ്പെട്ടവരായിരുന്നു. ഇപ്പൊ ഇന്ത്യയിൽ നടന്നിട്ടുള്ള പിന്നെ ഒറ്റുകൊടുപ്പ് എന്ന് പറയുന്നത് ഇവിടുത്തെ രഹസ്യ അന്വേഷണ പിന്നെ ഏജൻസികൾക്ക് പോലും കണ്ടെത്താൻ കഴിയാതെ ചാരപ്രവർത്തനം പാകിസ്ഥാനികൾക്ക് വേണ്ടിയായിരുന്നാലും ശരി, അമേരിക്കക്ക് വേണ്ടിയായിരുന്നാലും യഹൂദന്മാർക്ക് വേണ്ടിയായിരുന്നാലും ഇവിടെ ചെയ്തിട്ടുള്ളതിൽ 99% പേരും മുസ്ലിങ്ങളല്ലാത്തവരാണ്. 99% പേരും മുസ്ലിങ്ങളല്ലാത്തവരാണ്. നിങ്ങൾ ചരിത്രം എടുത്ത് നോക്കി, കണക്കെടുത്ത് നോക്കിയാൽ മതി. അപ്പോ എല്ലാവരെയും പൈസയ്ക്ക് അവർ ചെയ്യുന്നുണ്ട്. അപ്പോ ഇതെല്ലാം ചെയ്യുന്നത് ഒരു സമുദായമായിട്ട് നോക്കണ്ട. അതിൽ സമുദായത്തിന്റെ കാര്യം വേണ്ട. ഏത് മറ്റവൻ ചെയ്താലും ശരി അവനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. പക്ഷെ മുസ്ലിം അല്ലാത്തവരാണെങ്കിൽ പിന്നെ അത് കേസുമില്ല, വഴക്കുമില്ലാതായി. മുസ്ലിങ്ങളാണെങ്കിൽ അതിന് കേസായി, വഴക്കായി, അത് പാകിസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന് മറ്റിടത്ത് പറഞ്ഞ് ഇല്ലാത്ത കഥകളും അതും ഇതും ഒക്കെ ഉണ്ടാക്കും. അപ്പൊ അതല്ല വേണ്ടത്. പുൽവാരയില ബോംബ് സ്ഫോടനം, അത് എത്രയെങ്കിലും നാൾ ഒരു ട്രക്ക് നിറയെ RDX കയറ്റി വെച്ചിരുന്നു. മണിക്കൂറുകളോളം സുരക്ഷാ സംവിധാനമുള്ള ആ സ്ഥലത്ത് എങ്ങനെ? അപ്പൊ ഇവിടുത്തെ സുരക്ഷ എന്താണ്?
ഇവിടുത്തെ മിലിറ്ററി എന്താണ് പവർ, അവർക്കുള്ള കഴിവ് എന്താണ്? അപ്പൊ ഇതൊക്കെ അന്വേഷിക്കാനും അതിന്റെ കാരണം കണ്ടെത്താനും എവിടെയാണ് നമ്മുടെ സുരക്ഷാ വീഴ്ച എന്ന് കണ്ടെത്താനുള്ള ഇവിടെയുള്ള ബാക്കിയുള്ള അതിന്റെ മേധാവികളെയാണ് പിടിച്ച് കൈകാര്യം ചെയ്യേണ്ടത്. അവരിനി പൈസ വാങ്ങിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് എങ്ങനെ അറിയാം? എന്നാലും ശരി, ജാതിക്കും മതത്തിനും അതീതമായി നമ്മുടെ ദേശത്തിന്റെ ഭംഗം വരുത്തുന്ന, നമ്മുടെ ദേശത്തിന് ദോഷം വരുത്തുന്ന, നമ്മുടെ ജനങ്ങൾക്ക് ദോഷം വരുത്തുന്ന ഏത് പ്രവൃത്തി, ഏത് ബോംബ് സ്ഫോടനമാവട്ടെ, ഭീകരവാദമാവട്ടെ, പിന്നെ ഏത് വാദമായിരുന്നാലും ശരി, നമുക്ക് നമ്മുടെ രാജ്യത്തിന് ദോഷം വരുന്ന ഏത് പ്രവൃത്തി ആര് ചെയ്താലും ശരി, ജാതിക്കും മതത്തിന് അതീതമായി അവരെ നിയമത്തിൽ കൊണ്ടുവന്ന് കഠിനമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ നമ്മളെല്ലാം ബാധ്യസ്ഥരാണ്. അതിന് ഇവിടെ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ ഒന്നും ആരും പറയണ്ട. അത് ഇന്ത്യൻ വ്യവസ്ഥ അനുസരിച്ച്, ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് അവർക്ക് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അല്ലാതെ മുസ്ലിങ്ങളെ മണ്ടയിൽ ഇങ്ങനെ ആരെങ്കിലും ഒരു ബോംബ് സ്ഫോടനം നടത്തിയോടെ അത് പാകിസ്ഥാനി ആണെങ്കിൽ പാകിസ്ഥാനി അറ്റാക്ക് ചെയ്യും, പോയി അറ്റാക്ക് ചെയ്യണം, അവർ തകർക്കണം. പക്ഷേ നിങ്ങളിപ്പോ പറഞ്ഞെന്ന് വിചാരിച്ച് പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യും ആരെങ്കിലും? ഇവിടെ ഇപ്പോൾ തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മറുനാടൻ മലയാളി അവർ നാളെ അടിക്കണം, മറ്റന്നാൾ അടിക്കണമെന്ന് പറയും. അതിൽ പിന്നെ ബാക്കിയുള്ള കാര്യം നമ്മൾ കാര്യം അറിയാതെ പറഞ്ഞിട്ട് ഒന്നിച്ച് കാര്യമില്ല. അന്വേഷണം നടത്തി അതിന്റെ വ്യക്തത വരുത്തിയതിനു ശേഷം ആരാണ് ഇതിന്റെ പിന്നിലെന്ന് നോക്കിയാൽ അതിനെ നമ്മൾ ശക്തമായി തിരിച്ചടിക്കണം. അത് തന്നെയാണ് ഇവിടെയുള്ള എല്ലാവരുടെയും ആഗ്രഹം. അതിന് ഒരു സമുദായം ഉത്തരം പറയണമെന്ന സമുദായത്തിന് മണ്ടയിൽ പിന്നെ അതെല്ലാം കൂടെ കുറ്റം കയറ്റി വെക്കേണ്ട ബാധ്യതയൊന്നും ആർക്കുമില്ല. അത് ഏറ്റെടുക്കേണ്ട ബാധ്യതയില്ല, അതിന് മറുപടി ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ മാർട്ടിൻ ബോംബ് സ്ഫോടനം നടത്തിയപ്പോ ക്രിസ്ത്യാനികള് മറുപടി പറഞ്ഞാ? ഇല്ലല്ലോ. പിന്നെ സ്വാമിയോടെ മക്ക സ്ഫോടനം നടത്തിയപ്പോ ആരെങ്കിലും പറഞ്ഞാ? ഇല്ലല്ലോ. പിന്നെ ആ ട്രെയിൻ തീവപ്പുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ പിന്നെ എത്രയോ ആളുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ എത്രയോ ആളുകളെ കൊല ചെയ്യപ്പെട്ടില്ലേ? ആ സമുദായം പിന്നെ മറുപടി പറഞ്ഞ? ഇല്ല. അപ്പൊ അതിന്റെ ആരും ഒരു സമുദായം ഒന്നും ആരും മറുപടി പറയേണ്ട കാര്യമില്ല. ഭീകരാക്രമണം ആര് നടത്തിയാലും ശരി, അതിന്റെ എന്ന് പറഞ്ഞ ഉത്തരവാദിത്വം അവനാണ്, ചെയ്തവനാണ്, ചെയ്യിച്ചവനാണ്. അപ്പൊ അതിനുള്ള ശക്തമായ നടപടിയാണ് നമ്മൾ എടുക്കേണ്ടത്. അല്ലാതെ വേറെ ആരെങ്കിലും കുറ്റവും കുറവും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അപ്പൊ നമ്മൾ അതിനെതിരെ ശക്തമായി എടുക്കണം. നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി, രാജ്യത്തിന്റെ അഭിവൃദ്ധി, രാജ്യത്തിന്റെ സുരക്ഷയാണ് നമുക്ക് പ്രധാനം. ഇവിടെയുള്ള ജനങ്ങളാണ് നമുക്ക് പ്രധാനം. അതിന് ജാതിയും മതവും കൊണ്ട് അതിൽ വേർതിരിവ് ഉണ്ടാക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കെല്ലാം നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.